പറഞ്ഞ അമ്മച്ചിയേ ഞാനാ കുര്യച്ചൻ എത്തി ആ കോട്ടയത്തെത്തി. കോട്ടയം കത്തിയാ? കോട്ടയം കത്തിയെന്നല്ല കൂടപ്പുറമേ ഞാൻ പറഞ്ഞോട്ടെ. കോട്ടയത്തെത്തി. ഞാനേ ടക്കർ എടുത്തപ്പോ ടക്കർ ഷാർട്ടാവുന്നില്ല. ഞാൻ പിന്നെ ഒരു 9:30 പ്രകാശന് കയറിങ്ങി പോന്നു. ഞാൻ തിരിച്ചങ്ങ് വരും. കാരണം തുരിശടിക്കണ്ടേ, പിള്ളേരെ ഒറ്റയ്ക്ക് ഏൽപ്പിച്ചാൽ ശരിയാകുകയല്ല. പിന്നെ അമ്മച്ചിക്കുള്ള ആ ചൂടുവെള്ളം തിളപ്പിച്ച് കട്ടിന്റെ അടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ എന്നാ ശരി അമ്മച്ചിയെ, ഞാൻ വിളിക്കാം. ആരാ? അമ്മച്ചി വീട്ടിൽ നിന്നാ. അതല്ല താനാരാ? ഞാനോ കുര്യച്ചൻ, പാലാ കുര്യച്ചൻ എന്ന് വെച്ചാൽ എല്ലാരും അറിയുന്നേ. അയ്യോ, ഇത്ര ഒച്ചാണെങ്കിൽ എല്ലാരും അറിയും. എല്ലാവർക്കും അറിയാമല്ലോ. എന്നാ ഇവിടെ ഞാൻ വന്നതേ നമ്മുടെ ഞക്കനായിലെ ജോസച്ചായന്റെയോ. എടാ ഇത് ആരെ ഞക്കനാ? എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഇടവകയിലുള്ളതാന്നേ. ഞക്കനായിലെ ജോസച്ചായൻ പറഞ്ഞേച്ച് വരുവാ. എന്തിനാ? ഇവിടെ ഈ കോട്ടയത്തൊരു പെങ്കൊച്ചുണ്ട്, വന്നൊന്ന് കാണി, ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചാൽ കൊണ്ടുപോകാന്നോർത്ത് വന്നാ. അപ്പൊ ഈ കല്യാണം കഴിച്ചാൽ അമ്മച്ചി ഞാനും മാത്രമേ ഉള്ളേ വീട്ടില്. നീ ഇത്രയും മൂത്ത് തരച്ചില്ല. നീ ഇതുവരെ പെണ്ണ് കിട്ടില്ല. മൂക്കി പല്ല് വന്നല്ലോ. മൂക്കി പല്ല് വന്നാൽ ഞാനൊരു കൊച്ചു ബ്രഷ് മേടിച്ച് അങ്ങ് തേച്ചോളാം കേട്ടോ. ഞാൻ നേരത്തെ കല്യാണം കഴിച്ചാവേ. എന്നിട്ട് അത് ചെറിയൊരു വിഷയമായിട്ട് പണങ്ങി പൊക്കളഞ്ഞേ. ഞങ്ങൾ ഈ ഒരുപാട് റബ്ബർ ഒക്കെ ഉള്ള കൂട്ടാണേ. അപ്പൊ ഞാൻ ഒറ്റയ്ക്കായി ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അമ്മച്ചി മാത്രമേ ഉള്ളേ. അപ്പൊ ഈ പിള്ളേരെ ഒറ്റയ്ക്ക് തുരിച്ചടിക്കാൻ വിട്ടാ ശരിയാകാര. ഞാൻ ആ വൈകിട്ടൊന്നും പോണേ. അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞ് നേരെ പ്രാർത്ഥനയെ കഴിഞ്ഞ് മണിയറയിലോട്ട് കേറിയപ്പോ അല്ല മെഡിക്കൽ കൊച്ചാച്ചവളം ഇരിക്കുക കല്യാണം കഴിഞ്ഞ്. നിർത്തി പറയുന്നാലേ ഭാവം വരും. അത് ശരി, ഓസിന് ടിക്കറ്റ് എടുക്കാൻ സിനിമ കാണാനുള്ള പരിപാടിയാന്ന്. അങ്ങനെ ഞാൻ നേരെ മണിയറയിലോട്ട് കേറി. എന്നിട്ട് കൊച്ചിന്റെ അടുത്ത് പതുക്കെ അങ്ങ് ഇരുന്ന് തോളയിലോട്ട് കൈ അങ്ങ് വെച്ചു. എന്നിട്ട് ചെവിയുടെ അടുത്തോട്ട് ഇങ്ങനെ ചെന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു ഇച്ചര മൂത്രം ഒഴിച്ചാൽ ഒരു 7:30 ഞാൻ തുരിശടിക്കാൻ അങ്ങ് പോകും. ഞാനൊരു ശല്യത്തിന് വരികയില്ല. വെളുപ്പിനെ 5:30 തിരിച്ചു വരൂ. എന്നിട്ട് മനുഷ്യല്ലേ ക്ഷീണം കാണുകയല്ലേ, കിടന്നൊന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൃത്യമായിട്ട് 1 വർഷത്തോളം അങ്ങ് തുറന്നപ്പോഴേ 1 വർഷം കഴിഞ്ഞപ്പോ കൊച്ചിനങ്ങ് പരാതി. പിള്ളേരുണ്ടാകുന്നില്ല, കുഞ്ഞക്കാര് കാണാൻ പറ്റുകയില്ല. അല്ലേ ഞാനാണ്ട് ചെയ്തിട്ടാണ്. ഞാൻ പറഞ്ഞു കൊച്ചേ നിനക്ക് ഏതാണ്ട് അസുഖമുണ്ട്, നീ വല്ല ഡോക്ടറെ കൊണ്ട് കാണീര, അല്ല വല്ല ധ്യാനം കൂടാൻ പോകാൻ പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവ കിട്ടപ്പെട്ടില്ല. അവൾ അന്ന് പണങ്ങി പോയാന്നേ. പിന്നെ വിഷയമായി. അത് കഴിഞ്ഞ് ഞക്കണായിലെ ജോസച്ചാൻ പറഞ്ഞു ഞങ്ങളുടെ ഇടവകയിലുള്ള ആടാവി അങ്ങാ പറഞ്ഞേച്ചാ ഞങ്ങൾ വേറൊരു കല്യാണം ഞാൻ കഴിച്ചു. അത് ഇതുപോലെ ഞാൻ ശല്യത്തിനില്ലല്ലോ അടാവി. 7:30 തുരിച്ചടിക്കാൻ പോകും. വെളുപ്പിനെ 5:30 വരും, കിടന്നുറങ്ങും. പിന്നെ പോകും. അവക്കും കുഞ്ഞക്കാര് കാണാൻ പറ്റിയാൽ എന്നിട്ട് വിഷയമായിട്ട് പൊക്കളഞ്ഞ നീ തുരിച്ചടിച്ച് നടന്നാ പോരാ. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അല്ലെ കൊച്ചിനെ കാണുകയാണെ. ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. അപ്പൊ ഈ പിള്ളേരുമായിട്ട് ചെറിയൊരു എക്കച്ചക്കലൊക്കെ ആയിട്ട് നിൽക്കുക, ചെറിയൊരു സംഭാഷണമൊക്കെ ആയിട്ട് നിൽക്കായിരുന്നു. ആരാ മനസ്സിലായില്ല? ഞാൻ ചാക്കോച്ചി. ചാക്കോച്ചി മേരിക്കൊച്ചിന്റെ അതെ. അപ്പൊ കൊച്ചിനെ വിളിക്കട്ടെ? ആ കൊച്ചിനെയൊക്കെ പിള്ളേ വിളിക്കാതെ ആദ്യം മറ്റേ മേരിയെ ഇങ്ങോട്ട് വിളിക്കുന്നു. അല്ല മേരിക്കൊച്ചിനെ വിളിക്കണം. മേരിക്കൊച്ചിനെ വിളി. പിള്ളേരുടെ കേസൊക്കെ പിന്നെ കേട്ടോ. കണ്ടാ അതൊക്കെ വിഷയമില്ല. മേരിക്കൊച്ചെ വിളിക്കണേ. എന്റെ പെങ്ങള് മേരിക്കൊച്ചി. ആണോ? കൊച്ചാ ഇങ്ങോട്ടൊന്ന് മാറിയെന്നേ ആണെന്ന് കാണട്ടെ. കൊള്ളാ. അല്ല അമക്കാൻ റബ്ബറിങ്ങാ പോലെ ഇരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം. ഞാൻ വൈകിട്ടാണ് കൊണ്ടുപോയി. ഞാൻ അതൊക്കെ ഓക്കെ. അവൾക്ക് ഇഷ്ടം നോക്കണ്ടേ? അല്ല ഇഷ്ടപ്പെടാനുള്ള പ്രശ്നമില്ലല്ലോ. ചോദിക്കണമെന്നേ. മോരൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ പയ്യനെ. മോൾക്ക് ഇഷ്ടായ? എനിക്കിഷ്ടായില്ല. മോളെ കരയല്ലേ. അവൻ കരഞ്ഞിട്ട് പോട്ടെ. നീ അപ്പൊ ഇവനെ കെട്ടില്ലേ? കെട്ടില്ല. ഉറപ്പാണോ? സത്യം. കെട്ടില്ല? ഇല്ല. നീ കെട്ടുന്നത് കെട്ടണ്ട. ഒരു കെട്ടാച്ചറക്കാട് ഞാൻ നിന്നോളാം. വീടിന് ഉമ്മറത്തുള്ള പൊട്ടക്കണ്ടി ചാടി ഞാൻ ആത്മഹത്യ വിടും. ഇല്ലെങ്കിൽ നീ തള്ളിയിട്ട് കൊല്ലൂടാ. തള്ളിയിട്ട് കൊല്ലു. ഞാൻ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞ പോലെ ഞാൻ പറയാന്ന്. നീ കരയണ്ട. ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കാം. അവളോട് കെട്ടാൻ പറഞ്ഞു ഞാൻ ചാവും. കല്യാണം കഴിക്കാൻ പറഞ്ഞില്ലല്ലോ. ഒന്ന് കണ്ടു ചിരിക്കാം. അത്ര മാത്രം ചെയ്താൽ മതി. എടാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. അങ്ങനെയല്ലെന്ന് ഞാൻ അതൊക്കെ റെഡിയാക്കി തരാം. എന്താ കർത്താവേ, ഞാൻ കണ്ണീര് മൊത്തം കളഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനാ പറയണ്ടെങ്കിൽ ചോദിക്കാം. എന്നാ ചോദിക്കാനാ? ആണ്ട കൊച്ച ഇങ്ങോട്ട് മാറിയില്ല. ഞാൻ ചോദിക്കട്ടെ. എന്നാ ചോദിക്കാനാണ്? പിന്നെ എന്നാ പേര്? മേരിന്നോ? എന്റെ പേരെന്നാ ചോദിക്കാത്തെ? എനിക്കറിയണ്ട. എന്നാ ഞാൻ പറഞ്ഞുതരാം. കുര്യച്ചൻ, പാലാ കുര്യച്ചൻ എന്ന് വെച്ചാൽ ലോകം മൊത്തം അറിയും കേട്ടോ. എല്ലാരും അറിയുന്ന പാലാ. ഞങ്ങള് ഭയങ്കര കുടുംബക്കാരാ. കുര്യച്ചന്റെ കുടുംബം ഭയങ്കര കുടുംബക്കാരാ. പിന്നെ നമ്മളിത്ര അടുപ്പായ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? കാരണം കല്യാണം കഴിഞ്ഞ് പിന്നെ ചോദിക്കാനൊക്കെ അല്ല. അതാ ഞാൻ ഈ തുരിശടിയും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ടേ ചോദിക്കട്ടെ? എനിക്കൊരു ഉമ്മാരാവോ?
അല്ല, ഇതെന്തിനാ അടിക്കാൻ? ജിങ്കിൾ ബാം ജിങ്കിൾ ബാം ജിങ്കിൾ ബാം ജിങ്കിൾ ബാം ജിങ്കിൾ ബാം ജിങ്കിൾ അല്ലേ? ബാം. അല്ല ഇവിടെ കാടി കൊടുത്തിട്ട് ഇങ്ങനെ വന്നു. ആ ഇവിടെ ഇങ്ങനെ ആണ്ടാ ഞങ്ങളുടെ ഒരു വേറൊരു വകുപ്പുണ്ട്. എന്നതാ? ഇങ്ങനെ വന്ന വരണം തരട്ടെ. ആ കുണ്ടറ ജോണി കുണ്ടറ ജോണി കുണ്ടറ ജോണി അങ്ങനത്തുള്ള കുണ്ടറ ജോണി കുണ്ടറ ജോണി കുണ്ടറ ജോണി. ആ കുണ്ടറ ജോണി കുണ്ടറ ജോണി കുണ്ടറ ജോണി. പോടാ കൊണ്ടേ പോകുള്ളൂ നീ. കുണ്ടറ ജോണി അറിയാൻ പാടില്ല. ഇല്ല. ഞങ്ങളെ ഒരു ചെറിയ ചേട്ടക്കാരനാ. ആണോ? നീ ഇങ്ങ് വന്നേ. ഇങ്ങോട്ട് വന്നടാ കുണ്ടറ ജോണി. അതെ, ഈ പെണ്ണിനെ ഇഷ്ടായ? ആ എനിക്ക് ഇഷ്ടമായിരുന്നു, കുഴപ്പമില്ല. എന്നാ ഞാൻ ഒരു സത്യം പറയട്ടെ. ഈ പെണ്ണിനെ ആന്റപ്പൻ എന്ന് പറഞ്ഞു കൊടുത്ത് കല്യാണം കഴിച്ചതാണ്. ആണോ? അവൻ ഇട്ടിട്ട് പോയി. ഓഹോ. ഈ പെണ്ണ് അത്ര ശരിയല്ല, നല്ല പേരില്ല ഈ നാട്ടിൽ. വിഷയമാണോ? വിഷയമാ. സത്യമാണോ? അതുകൊണ്ട് കുണ്ടറ ജോണി വിട്ടോ. ആണോ? കേട്ടാ? നീ ഇത് ആരുടെ കാര്യം ഈ പറയുന്നതെന്ന് അറിയാം എന്റെ അടുത്ത്. ഈ മേരി കൊച്ചിന്റെ കാര്യമായി പറയുന്നത്. എടാ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കൊച്ചിന്റെ കാര്യമാണ് നീ പറയുന്നത്. അതേന്ന്. പറയൂടാ നീ. ഇതെന്താ? നമ്മളെ മേരിക്കൊച്ചിനെ കുറിച്ച് പറയുവാന്നേ. എന്താ? അവളെ ഇച്ചേച്ചിയാന്ന്. അവളെ കൊള്ളത്തില്ലെന്നാ അവൻ പറയുന്നത്. നീ എന്തിനാണ് ഈ തല്ല് മേടിക്കണം? മോഹം മുടി അങ്ങോട്ട് ഓടിക്കല. നീ ഒന്ന് ഊരി മാറ്റി മാറ്റട്ടെ. നീ ഊരി മാറ്റിക്ക. അയ്യോ എന്റെ ആന്റോച്ചൻ. മേരിപ്പെണ്ണേ, ആന്റോച്ചനായിരുന്നു ഈ വേഷം കെട്ട്. അയ്യോ അല്ല അതെ ഇതാരാന്നേ? അതെ, ഇതാരാന്ന് അറിയാൻ പാടില്ലേ? ഇതാണ് മേരിയുടെ ഭർത്താവ് നാടുവിട്ട് പോയത്. എന്റെ ആന്റോച്ചൻ. എനിക്ക് വന്നപ്പോ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നു. പിന്നെ കെട്ടിച്ചോർക്കണ്ടേ? അതെ കർത്താവേ, അത് കൊള്ളാലോ. അപ്പൊ ഒരു കല്യാണം കഴിഞ്ഞ കൊച്ചിനാണോ നിങ്ങൾ എന്തായാലും കെട്ടിവെക്കാൻ പോയത്? താൻ രണ്ട് കെട്ടിയതല്ലേ? പക്ഷെ കെട്ടിയാലും ഞാൻ ഫ്രഷാന്നേ. ഒന്ന് പോയ